ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു വീഡിയോ ആണ്. സൺഡേ സ്പെഷ്യൽ ആയിട്ട് ഒരു ഹോം വ്ളോഗ്, ഹാപ്പിനെസ് ഷെയറിംഗ്. അതെ, ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമ്മളെ ഒരുപാട് നാളത്തെ ഫ്രണ്ട് നമ്മളെ വീട്ടിലേക്ക് വരലുണ്ട്, ഇടക്കിടക്ക് വരലുണ്ട്. ഇടക്കിടക്കല്ല, ഒരു 1 year ഒക്കെ ആകുമ്പോ വരും. ഇപ്രാവശ്യം എല്ലാ വർഷവും മാത്രം എല്ലാ വർഷങ്ങളിലും മാത്രം ഒരു പ്രാവശ്യം വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫ്രണ്ട്. അപ്പൊ ഇന്ന് വന്നിട്ടുണ്ട്. അതൊരു സൺഡേ ആണ് വന്നത്. അപ്പൊ ഇന്നിപ്പോ നമ്മള് ബുധനാഴ്ച ഉണ്ടായി. അപ്പൊ നമ്മള് വീഡിയോ ഇന്നാണ് ഇടാൻ പറ്റിയത്. അപ്പൊ നമ്മളെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളും നമ്മുടെ വീടിന്റെ ചുറ്റും അതെ, ഫാമിലി ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ്, അങ്ങനെയുള്ള കുറച്ച് കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു മൊമെന്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ബോറടിക്കൂലെന്ന് വിചാരിക്കുന്ന നമ്മുടെ ആ ഒരു സ്ലാങ് എല്ലാം സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തത്. ഇതുപോലെ ആർക്കെങ്കിലും ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. കുറെ നാളത്തേക്ക് ശേഷം വരുന്ന കൊറേ നാൾ അങ്ങനെയല്ല, ഒരു വർഷത്തില് വരും. പക്ഷെ നമ്മൾ എത്ര ഇപ്പൊ എനിക്ക് 31 വയസ്സായല്ലേ. ആ 31 വയസ്സ് അത്രയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഫ്രണ്ട്ഷിപ്പ്, ഫാമിലി എന്നൊക്കെ പറയാം. ആ ഒരു ടൈപ്പ് ജനിച്ചപ്പോ തൊട്ട് അടുത്തടുത്ത 31 വർഷത്തെ ഫ്രണ്ട്ഷിപ്പാണ് ഇവര്. ഞാനല്ലാട്ടാ, ഞാൻ പിന്നെയാണ് ജനിച്ചത്. അപ്പൊ ആ ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പൊ എല്ലാരും എൻജോയ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അല്ലേ. അപ്പം നമ്മുടെ സ്ലാങ് എല്ലാം അവിടുന്ന് സംസാരിക്കുമ്പോഴത്തേക്കും മനസ്സിലാകുന്നുണ്ടോ എന്ന് കമന്റ് ചെയ്യണം കേട്ടോ. കറക്റ്റ് ആയിട്ട് കണ്ടിട്ട് പറയണേ നമ്മുടെ കാസർഗോഡ് സ്ലാങ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ പ്രോപ്പർ ആയിട്ട് മിക്സ് ഒക്കെ ആയിട്ടുള്ളൊരു ടൈപ്പ് സംസാരമായിരിക്കും. അപ്പൊ ഇത് കണ്ടിട്ട് ഇഷ്ടാവെന്ന് വിചാരിക്കുന്നത്. അപ്പം അധികം ഇതാക്കാതെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്ക് കേട്ടോ. ഓക്കെ. ரோடு மேல காரு, காருக்குள்ள யாரு, நம்ம நேரு இருக்காரு. நேரு என்ன சொன்னாரு, நல்ல படிக்க சொன்னாரு. ഇതാണ് മുട്ടക്കറി. ഇങ്ങനെയാണ് മുട്ടക്കറി ഉണ്ടാക്കിയത്. അതെ അതെ അതെ, അത് മുട്ട ഉരിക്കുന്നത് കാണിച്ചു കൊടുക്കുക. അങ്ങനെയാണ് മുട്ട ഉരിക്കല്. ഞാൻ മയക്കേറട്ടെ നിങ്ങക്ക്. ഇതാണ് ഞങ്ങളെ കുറുമ്പൂർ അമ്പലത്തിന്റെ അടുത്ത മാങ്ങ. ഈ മാങ്ങ നമ്മളെ നാട്ടിലെ കിട്ടും, വേറെ ഏടും കിട്ടില്ല. അതെ അതെ, ഇതാണ് തോട്ടി. കാസർഗോഡ് ലാംഗ്വേജിൽ തോട്ടി പറയും. പിന്നെ നിങ്ങൾ എന്താ പറയില്ലേ കൊല്ലത്ത് തോട്ടയാ? തോട്ടാന്ന് പറയുന്ന തോട്ടി. ഇതാണ് എല്ലാവർക്കും മനസ്സിലാവണ്ട, എല്ലാരും കാണുന്നല്ലേ. അതെ അതെ, ഇത് ഇതെങ്ങനെ പറിക്കല്? എനിക്ക് അറിയില്ല കേട്ടോ പറിക്കാൻ. ശരി, വിടാ നീ വിടാ വിടറാ. എന്റെ ഭഗവാൻ, ഇത് എങ്ങനെ പറിക്കല്? അമ്മു, എനിക്ക് പറിക്കാൻ അറിയില്ല അമ്മു. അതെയോ? എനിക്ക് ഇത് പറിക്കാൻ അറിയില്ല കേട്ടോ. ഇപ്പൊ അമ്മു വരും, നമ്മുടെ ക്യാമറമാൻ വന്നിട്ട് പറിച്ചു തരും. അതെ, ഇത് വലുതേച്ചി. വലുതല്ലേ, പറിക്കാൻ കഴിയുന്നില്ലല്ലോ. പറിക്കാൻ കഴിയുന്നില്ല. നോക്ക്, ഇതെല്ലാം അണ്ണാങ്കൊട്ടം കടിച്ച് തുപ്പിയല്ലോ. എത്ര മാങ്ങ വേസ്റ്റ് ആയിട്ട് പോയി. എല്ലാം അണ്ണനെ എന്ത് പറയുന്നോ? എന്ത് കുറയില് ഇതാ എല്ലാം പോയി. നമ്മളെ ക്യാമറമാൻ നോക്ക്, മാങ്ങ പറിക്കുന്നത് കാണിച്ചു കൊടുത്തു. പറിക്കാൻ പറ്റുന്നില്ല, പറിക്കാൻ പറ്റുന്നില്ല. അതില് വലിയ തോട്ടി, ഭയങ്കര വലിയ തോട്ടി. ഇതാ നമ്മുടെ മെയിൻ വ്ളോഗർ വന്നിരിക്കുന്നു, പ്രവീണ ബ്ലോഗർ. ഇതേ മാങ്ങ ഒന്ന് പറിക്കുന്നതായിരിക്കും. എല്ലാരും നോക്കി നിന്നോ. മാറിക്കോത്. അതാ എല്ലാം തച്ചു പൊട്ടി. കമോൺ, ഇപ്പൊ തോട്ടി പോകാനല്ലോ. ഒന്നുപോലും വീണിട്ട. ഒരെണ്ണാണ് വീണ്. വേസ്റ്റ് ആയിക്കൂടാ, കൊത്തിക്കൂടാ, തോട്ടി പോയിപ്പോ. പിന്നെ
ഞാൻ പറിച്ചത്. സൂപ്പർ. എല്ലാവരും കൈ തട്ടി. ക്ലാസ് ക്ലാസ്. ആ മതിന മതി മതി. എടുത്തോ, ഇവിടെയുള്ള മാങ്ങയുടെ എടുത്തോ. മതിന പറിച്ച് കളിക്കുന്ന വീട് ഞാനാക്കും. അയിണ്ട് നമ്മളെ മുല്ലമ്മ വന്നു. രണ്ടെണ്ണം വീണ്. രണ്ടെണ്ണല്ല, ഇതെല്ലാം മാങ്ങനെ ഞാൻ പറിച്ചിട്ട്. ഞാൻ പോയിനെ. എന്തേ അത് ആടെ ചക്ക. മതി മുല്ലമ്മേ. ആ മതി മതി മതി. വേസ്റ്റ് ആകണ്ട. പഴുക്കിട്ടത് മതി. ഇത് പഴത്തിനൊന്നും കിട്ടൂല. അല്ല ഫുള്ള് തീരുമോ? പറിച്ചോ, അച്ചാറായിക്കോ. ഇല്ല, ആടെ കുടിച്ചിട്ട് നന്ദി അച്ചാറ. ഓനെ കിട്ടുന്ന കിട്ടി. പറ എന്തെങ്കിലും പറ. അത് വീണ് അപ്പുറത്ത്. അടിപൊളി. ഇത് നോക്കിയ മിതു. ഇത് വേണ്ട ചീഞ്ഞു പോയി. മിതു ഇങ്ങോട്ട് നോക്കിയേ. ഇത്ര മതി എനിക്ക്. വേണ്ടേ? ആണോ? ആ മുല്ലേട്ട് നോക്കിങ് തന്നെ. തല നോക്കണം. മതി മുല്ലമ്മേ. ഇത് കൊത്തി. കാക്ക കൊത്തിയാന്ന് തോന്നുന്നത്. പൊട്ടിയത് അത് പൊട്ടി. ഇത് കാക്ക കൊത്തിയേ. അതേ വീട്ടിൽ കൊത്തിയിട്ടുണ്ടേ പറഞ്ഞ കൊത്തിയിരുന്നു. മതി മുല്ലമ്മ. അങ്ങനെ മാങ്ങ പറിക്കൽ അവസാനിച്ചിരിക്കുന്നു. ഇനി ചക്ക പറിക്കല്. ചക്കയോ? എന്തിനത്? കൊല്ലത്തെ കാച്ചിൽ. ഇതെന്റെ അമ്മായിയമ്മ കൊല്ലത്ത് കൊണ്ടുവന്ന കാച്ചിലാണ്. 3 നട്ട് 2 കിട്ടി. എന്റെ കൊല്ലത്ത് വാഴയുടെ കന്ന് അങ്ങനെയാണ് നാടന്നെ വെച്ചിട്ടുണ്ടായി. എന്നിട്ട് അവിടെ ഒരു മാവുണ്ട്. പക്ഷെ അതിന് മാങ്ങയില്ല. ഇവിടെ ഒരു മാങ്ങയുണ്ട്. ഇതിലൊന്നും പിടിച്ചിട്ടില്ല. ഇവിടെ കുറെ ചെകരിയുണ്ട്. പിന്നെ അതിലും പിടിച്ചിട്ട. മതിന അവിടെ ഉഷേട്ടി തന്നിനി ഒരു ലോഡ് മാങ്ങ രാവിലെ അച്ചാറാക്കി പറഞ്ഞിട്ട്. മാങ്ങയില്ല. ഒരു പ്ലാവ് വെച്ചൂടെ നിങ്ങൾക്ക്? എന്തായാലും ഒരു പ്ലാവ് വെച്ചൂടെ? നമ്മളത് എന്ത് കേങ്ങല്ല, മധുരക്കിഴങ്ങ് ഇങ്ങനെയൊന്നും അല്ല ഉണ്ടാവില്ലേ. ഇതെന്തോ കാട് വെള്ള കളറോ? മധുരക്കിഴങ്ങല്ലാണ്. നമ്മ മധുരക്കിഴങ്ങ് ഓർമ്മയില്ല. നമ്മ പത്തില് മത്തിച്ചേലുണ്ടല്ലോ. തക്കാളിയോ? എന്ത് തക്കാളിയാ? അതല്ല കാണുന്നില്ല. എനിക്ക് ഏതാണ് തുമ്പപ്പൂ. തുമ്പപ്പൂ. ഇത് ഓണത്തിന് പൂവിടും. കളിക്കൂല മൃദുലേ. ഓണമില്ലേ? ഓണം അറിയോ? ഓണ ഫെസ്റ്റിവല്. അയ്യോ ഓണത്തിന് പൂവിടും മെയിൻ സാധനം. ഓണം അറിയോ? കേട്ടാ? ഓണം അറിയില്ലേ? അറിയാം. സ്കൂൾ ഫംഗ്ഷൻ അല്ലേ ഇവർക്ക്? ഇവർക്ക് ഫംഗ്ഷൻ ഉണ്ടോ? കളിയാണ്. നല്ലുണ്ടോ?
ആ അത് കുഴപ്പം. നല്ല പഴുത്തുമില്ലമ്മ ഇത്. കഴിക്കാൻ പറ്റും പൊട്ടിയിട്ടല്ല. ആരോ മഞ്ഞ മഞ്ഞ നോക്കുന്നു. ഒരു ഉള്ളി, ഒരു തക്കാളി, മുട്ട കിട്ടിയാ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, തേങ്ങ കറി ആക്കി കൊടുക്കണേ. എന്റെ ബിഗ് ബോസിലൊരു പെണ്ണ് തമിഴ് ഇല്ലൊരു പെണ്ണുണ്ട്. അവളും പുറത്തുണ്ട്, അയ്യോ ബിഗ് ബോസ് മഴ തൂർന്നു മഴ അപ്പൊ അടുത്തിരിക്കുന്ന ആള് മഴ തൂർന്നല്ല മഴ പെയ്യുന്നു മഴ ചാറുന്നു തൂർന്ന് തൂർന്നു മഴ തൂർന്നു മഴ ജൽദി ജൽദി ജൽദി. അത് രാവിലെ എല്ലാം കഴിഞ്ഞു. രാവിലെ എല്ലാം കഴിഞ്ഞു. രണ്ട് കയ്യിലല്ല. രണ്ട് കയ്യിലല്ല. നീ പറ. അയ്യോ മറന്നേ പോയത് വേറെ. മറന്നുപോയാ? അയ്യോ അയ്യോ പർപ്പിൾ കളറ് എനിക്ക് വേണ്ട, എനിക്ക് ഇതാണ് കുട്ടിക്കില്ലോ. എന്താ സമയം 6:07. നീ പൈത്തക്കരപ്പയുണ്ടോ? എന്തിനുമാ തമിഴ്നാട്ടിലെ കല്യാണം കഴിച്ചു? ഒക്കെ ഇഷ്ടമല്ല, അതെന്താ അറിയില്ല. ഓക്കും ഇഷ്ടമല്ല, മൃദുവിന് ഇഷ്ടമല്ല. ഞാന് തമിഴില് പറഞ്ഞു, നീ എന്ത് തമിഴ് സംസാരിക്കുക? എല്ലാവർക്കും അടുത്ത കൊല്ലം കാണാം. അടുത്തത് വരോ? നെക്സ്റ്റ് ഇയർ കാണാം. അടുത്ത് ഞാൻ വരൂല. അടുത്ത് വരൂല സ്കൂളിൽ. അമ്മക്ക് നീ ബൈ, ഞങ്ങൾ പഠിക്കണം. അടുത്ത കൊല്ലം കാണാണ്ടാ. ലോട്ടറി എടുക്കല്ലേ? ആണ്, ഞാൻ എത്ര പറഞ്ഞിട്ട് അവളോട് പറഞ്ഞു എത്ര സ്വപ്നം കണ്ടെന്ന് പറയും. ഒരു 300 രൂപ ലോട്ടറി മേടിച്ചിട്ട് ഞാൻ 300 എത്ര ഇങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് നോക്കിയത് അപ്പൊ ഗൈസ് അവരിത് അങ്ങനെ അവസാനം പോവാറായി. ഇപ്പൊ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ച് മാങ്ങയൊക്കെ പറിച്ച് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇപ്പൊ നമ്മള് പോകുന്നത്. ഇപ്പം ഒരുപാട് നാള് ഇപ്പൊ ഒരു 1 year ഒക്കെ ആയിട്ടുണ്ട് അവരിങ്ങോട്ടേക്ക് വന്നിട്ട്. അപ്പം വർത്താനൊക്കെ പറഞ്ഞിട്ടും തീരാണ്ട് പിന്നെയും നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ എന്താ പറയാ, മക്കളെ കല്യാണക്കാരിയും ഇനിയുണ്ട് കല്യാണം കഴിയാൻ മക്കള്. അപ്പൊ അങ്ങനെ അമ്പിളമ്മ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് കേട്ടോ. നമ്മളിപ്പം തീരാതെ അങ്ങനെ പോകത്തില്ലേ വഴിക്ക് വെച്ചിട്ട്, അങ്ങനെ ആണ് കേട്ടോ നമ്മളിപ്പോ അവരിപ്പോ പോകുന്നത്. അവസാനം ഞാൻ വെയിറ്റ് ചെയ്ത് അവസാനം ഞാൻ മുമ്പിൽ പോവാറായി. അപ്പൊ അവരും എന്റെ ബാക്കിലേ വന്നപ്പോ നമ്മള് ജസ്റ്റ് ഒന്ന് അപ്പുറത്തേക്ക് ആക്കി കൊടുക്കാനാണ് പോകുന്നത്. അപ്പുറത്താണ് മാമന്റെ വീട്. അപ്പൊ അവിടെ നിന്ന് അവര് അങ്ങോട്ടേക്ക് കാറിൽ കൊണ്ടാക്കി തരാന്ന് പറഞ്ഞു. ഇത് നമ്മുടെ കുഞ്ഞൊരു സന്തോഷമുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.